മൊബൈൽ ലൈറ്റ് റൂമിൽ പുതിയതായി വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു ഫോട്ടോ നമ്മൾ പെട്ടെന്ന് റീടച്ച് ചെയ്യുന്ന സമയത്ത് മുഖത്തെ കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ബട്ടൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. AI ബേസ്ഡ് ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് മൊബൈൽ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യുക. ലൈറ്റ് റൂം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ചിത്രത്തിലെയാണോ ആ ഒരു ബ്ലെമിഷസ് അല്ലെങ്കിൽ കറുത്ത പാടുകളൊക്കെ നമുക്ക് മാറ്റേണ്ടത് ആ ഒരു ഫോട്ടോ ലോഡ് ചെയ്യുക. ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വരേണ്ടത് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെനുവിലേക്കാണ്. ആക്ഷൻസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് ഒരു മെനു കിട്ടും. ആ ഒരു മെനുവിൽ റീടച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാം. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിറ്റക്റ്റിംഗ് റീടച്ചബിൾ ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നമ്മൾ കാണിക്കും. അവിടെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന 3 ബട്ടണുകൾ കൂടാതെ പുതിയതായിട്ട് ഒരു ബട്ടൺ കൂടി ആഡ് ആയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ബട്ടൺ നോക്കുക, ബ്ലെമിഷസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കൂടി ആഡായിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കൊരു ഇമേജിലെ കറുത്ത പാടുകളൊക്കെ ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലെമിഷസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ചിത്രം നോക്കുക. ഈ ചിത്രത്തിൽ നമുക്ക് ഫേസിൽ കുറച്ച് ബ്ലെമിഷസ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ബ്ലെമിഷസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബ്ലെമിഷസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ ഫോട്ടോയിലെ ആ ഒരു ഫേസിലുള്ള പ്രധാനപ്പെട്ട ആ ഒരു ബ്ലെമിഷസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി റിമൂവ് ആകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാക്കി എന്തെങ്കിലും നമുക്ക് റീടച്ച് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ മറ്റുള്ള ഓപ്ഷനുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നോക്കുക, ഫേസിലുള്ള ആ പ്രധാനപ്പെട്ട ബ്ലെമിഷസ് ഒക്കെ അവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇത് റിമൂവ് ആയതിനു ശേഷം നമുക്കിവിടെ 2 സ്ലൈഡറുകൾ ഓപ്പൺ ആയിട്ട് വരും. എമൗണ്ട് അതുപോലെ തന്നെ ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്ലൈഡേഴ്സ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡർ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ആ ഒരു ബ്ലെമിഷസിൻ്റെ എമൗണ്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. നമുക്കത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡർ ഉപയോഗിച്ച്. അപ്പോൾ നോക്കുക, ആ ഒരു ഫേസിൽ കുറച്ചും കൂടെ ബ്ലെമിഷസ് ആഡായി വന്നിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ആ ബ്ലെമിഷസ് എന്തുമാത്രം നമ്മുടെ ഫേസിൽ വേണം എന്നുള്ളതാണ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കും തോറും ആ ബ്ലെമിഷസ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ 100% കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു ഫേസിൽ പ്രധാനമായിട്ട് നിൽക്കുന്ന ആ ബ്ലെമിഷസ് എല്ലാം തന്നെ റിമൂവ് ആകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി താഴെ ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലൈഡർ കാണാം. നമ്മളിവിടെ ആ ബ്ലെമിഷസ് എന്ന് ഉദ്ദേശിക്കുന്ന മുഖത്തെ കറുത്ത പാടുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മുടെ മുഖത്തുള്ള മറുകുകളുണ്ട്, മോൾസ് ഒക്കെ ഉണ്ട്. ആ മറുകുകളെ അല്ല നമ്മൾ ബ്ലെമിഷസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ നമ്മൾ റിമൂവ് ചെയ്തു. പക്ഷേ നമുക്ക് ആ മറുകുകളും കൂടെ നമുക്ക് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ മറുകുകളുടെ ആ ഒരു വിസിബിലിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഫെയ്ഡ് ഇൻക്രീസ് ചെയ്യും തോറും നമ്മുടെ ഈ ഫേസിലുള്ള ആ ഒരു മറുകുകൾ, ഇപ്പോൾ നോക്കുക, ഈ ഒരു ഫേസിൽ പ്രധാനമായിട്ടും നമുക്ക് 2 മറുകുകൾ പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു മറുക് ഇവിടെയുണ്ട്, ഇവിടെ ഒരു മറുകുണ്ട്, ഇവിടെ ഒരു മറുക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് അതും കൂടെ ഒന്ന് റിമൂവ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കുക. ഞാൻ ഈ ഫെയ്ഡ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഫുൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നോക്കുക, ഇവിടെ ഉണ്ടായിരുന്ന ആ മറുകുകളും കൂടെ അവിടുന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോയുടെ പ്രീവിയസ്, അതായത് നമുക്ക് ഇതിനകത്തേക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഈ ഒരു ഫോട്ടോയുടെ ഫേസ് എങ്ങനെയാണ് ഇരുന്നത് എന്നൊന്നും നോക്കാം. നോക്കുക, ഇങ്ങനെയാണ് ഈ ഒരു ഫോട്ടോയുടെ ഫേസ് ഇരുന്നത്. കറുത്ത പാടുകൾ അതുപോലെ മറുകുകൾ ഒക്കെ എവിടെയുണ്ട്. ഇതാണ് ആ ഫോട്ടോയുടെ ബിഫോർ ഫോട്ടോ. ഇനി നമുക്ക് ആഫ്റ്റർ ഫോട്ടോ നോക്കാം. ഇതാണ് നമ്മുടെ ആഫ്റ്റർ ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫേസിലുള്ള ബ്ലെമിഷസ് അല്ലെന്നുണ്ടെങ്കിൽ മറുകുകൾ ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് ബ്ലെമിഷസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ AI ഫീച്ചർ വന്നിരിക്കുന്നത്. ആ ഒരു ഫീച്ചറിൽ തന്നെ നമുക്ക് അതിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് മറുകുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അതിൻ്റെ ഒരു വിസിബിലിറ്റി കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. സാധാരണ നമ്മൾ ഫേസിലുള്ള ഒറിജിനൽ ആയിട്ടുള്ള മറുകുകളൊന്നും അങ്ങനെ റിമൂവ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മറുകുകൾ അവിടെ റീടൈൻ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു വിസിബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ഫെയ്ഡിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കുക, ഞാനിത് 64 ആക്കിയ സമയത്ത് മറുകുകളുടെ വിസിബിലിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമുള്ള മറുകുകൾ അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ബ്ലെമിഷസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുതിയ AI ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഒരു റീടച്ചിങ് വർക്ക് ഫ്ലോ കുറച്ചും കൂടെ സ്പീഡ് ആക്കാനായിട്ട് സാധിക്കും.
ഈ ഒരു സെറ്റിങ്സ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ റീടച്ചിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചെയ്ത ആ കാര്യം നമ്മുടെ ഫോട്ടോയിലേക്ക് അഫക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. എക്സ്പോർട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റാണോ വേണ്ടത് ആ ഒരു ഫോർമാറ്റിലേക്ക് നിങ്ങൾക്ക് സേവ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ഒരു ഫീച്ചർ ഇപ്പോൾ വന്നിരിക്കുന്നത് മൊബൈൽ ലൈറ്റ് റൂമിലാണ്. ഡെസ്ക്ടോപ്പ് ലൈറ്റ് റൂമിലേക്ക് ഈ ഒരു ഫീച്ചർ വന്നിട്ടില്ല. അതുപോലെ തന്നെ ക്യാമറ റോയിലേക്കും ഈ ഒരു ഫീച്ചർ എത്തിയിട്ടില്ല. അത് ഇൻ ഫ്യൂച്ചർ നമുക്ക് ഡെസ്ക്ടോപ്പ് ലൈറ്റ് റൂമിലേക്കും ക്യാമറ റോയിലേക്കും ഒക്കെ ഈ ഒരു ഓപ്ഷൻ പ്രതീക്ഷിക്കാം. ഇപ്പോൾ അത് വന്നിരിക്കുന്നത് മൊബൈൽ ലൈറ്റ് റൂമിലാണ്.